ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗവേണൻസിൻ്റെ പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നുള്ളത് 2-3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബാലൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അതിലടുത്തത് ദൃഷ്ടി, കണക്റ്റിംഗ് ഇന്ത്യ വില്ലേജ് ബൈ വില്ലേജ്. ദൃഷ്ടി ഈസ് for profit company which aims to create new ICT enabled distribution networks and access point for retail products and services in rural India, seeking to connect communities village by village. Drishti aims to capitalize on the ability of ICT based platforms to enhance efficiencies and remote manage large systems. Thus, it plans to do away with the number of intermediaries involved in providing products and services in rural areas. ഇപ്പോൾ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വില്ലേജ് ടു വില്ലേജ് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ പ്രോഡക്റ്റ് എവിടെ എത്തിക്കുക, ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് റൂറൽ ഏരിയയിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ദൃഷ്ടി. അപ്പോൾ കണക്റ്റിംഗ് വില്ലേജ് ബൈ വില്ലേജ്, വില്ലേജിനെ കണക്ട് ചെയ്യാൻ വേണ്ടി, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ്, ടാരഹാറ്റ് ഇൻഫർമേഷൻ ആൻഡ് മാർക്കറ്റിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് is a social enterprise registered in India under the Companies Act. The Tarahat solution covers all 3 major components of an effective e-commerce site: access, content and fulfillment. Overall, it comprises Tarahat.com mother portal together with the franchised network for local enterprises for connectivity and for delivery of information, goods and services. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. എല്ലാ തരം ഇ-കൊമേഴ്സ് സൈറ്റിൻ്റെയും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സൈറ്റാണെന്ത്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഏജൻസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏജൻസി ഇൻഫർമേഷൻ സെൻ്ററാണെന്ത് ടാരാഹട്ട് എന്ന് പറഞ്ഞാൽ. അക്ഷയ വാസ് കൺസീവ്ഡ് ആസ് എ ലാൻഡ്മാർക്ക് ICT project by Kerala State Information Technology Mission to bring the benefits of the technology to the entire population of the state. അക്ഷയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്നതാണ്, അക്ഷയയിൽ കൂടെ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ഫോം ആപ്ലിക്കേഷൻ എന്ത് കൊടുക്കാനും ഗവൺമെൻറ്റിന് നമ്മൾ പാസ് ചെയ്യാനൊക്കെ എന്തിലൂടെ അപ്പോൾ ചെയ്യൽ, അക്ഷയ സെൻറ്ററിലൂടെയാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാമല്ലോ അക്ഷയൻ്റെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനൊക്കെ നിങ്ങളെന്താ ചെയ്യുന്നത്, ഇതല്ലേ ചെയ്യുന്നത്, അക്ഷയ കൂടെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അക്ഷയൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ദെൻ കൺസേർട്ട്, country-wide network of computerized enhanced reservation and ticketing developed by CRIS is a total networking solution to Indian Railways passenger reservation system. അപ്പോൾ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്ത്യൻ റെയിൽവേൻ്റെ ഒരു സിസ്റ്റമാണ്. നമുക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാനും ചാർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സൈറ്റ് ഉള്ളത്. ഡെവലപ്ഡ് യൂസിങ് ക്ലയൻറ്റ് സെർവർ മോഡൽ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഇസ് എ ടോട്ടൽ സൊല്യൂഷൻ ടു ദ നെറ്റ്വർക്കിംഗ് ഓഫ് PRS, പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ മെയിൻ എയിം. ദെൻ സക്ഷത് ഈസ് എ ലാൻഡ്മാർക്ക് ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ടു ഡെവലപ്പ് എ വൺ സ്റ്റോപ്പ് എഡ്യൂക്കേഷണൽ പോർട്ടൽ ഫോർ അഡ്രസ്സിംഗ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് റിലേറ്റഡ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, സ്കോളേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ലൈഫ് ലോങ് ലേണേഴ്സ്. സാക്ഷത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൈറ്റാണ്. എന്താണ് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് സെമിനാർ തന്നതാണ്. അപ്പോൾ അതും കൂടെ അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മളെ പ്രൊഫഷണൽ സ്കില്ലിൻ്റെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾ സെമിനാർ എടുക്കണം, എനിക്കത് എന്ത് ചെയ്യണം, സെൻഡ് ചെയ്ത് തരണം. നിങ്ങൾ സെമിനാർ എടുത്തതിന് ഞാൻ എന്ത് ചെയ്യും, എക്സ്പ്ലനേഷൻ വീണ്ടും തരും. ഓക്കെ, താങ്ക് യു.